റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ പിൻഗാമിയായി ഒരു കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്ന സെർജി ഇവാനോവ് അന്തരിച്ചു. മുൻ റഷ്യൻ പ്രതിരോധ മന്ത്രിയായിരുന്നു സെർജി ഇവാനോവ്. 73 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച ക്രൈംലിൻ ഇവാനോവിന്റെ മരണം സ്ഥിരീകരിച്ചു. പക്ഷേ മരണകാരണമോ മറ്റു വിവരങ്ങളോ നൽകിയിട്ടില്ല. ഇവാനോവിന്റെ മരണത്തിനു പിന്നാലെ പുടിൻ അനുശോചനം രേഖപ്പെടുത്തി. മരണം റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. 2001 പുടിൻ ഇവാനോവിനെ തന്റെ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചു. റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ KGB-യിലും ഇവാനോവ് ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. 2007 വരെ അദ്ദേഹം ഈ സ്ഥാനം വഹിച്ചിരുന്നു. മേഖലയിലെ വിഘടനവാദ ശ്രമങ്ങളെ തകർത്ത യുദ്ധത്തിന് അദ്ദേഹം മേൽനോട്ടം വഹിച്ചു. ലെനിൻഗ്രാഡിൽ ജനിച്ച ഇവാനോവ് KGB-യിൽ ജോലി ചെയ്തിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം പുടിനുമായി സൗഹൃദത്തിലായത്. KGB-യുടെ ലെനിൻഗ്രാഡ് ഡയറക്ടറേറ്റിൽ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. പുടിൻ പ്രസിഡന്റായതിനു ശേഷം ഇവാനോവ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി, പ്രതിരോധ മന്ത്രി, ഒന്നാം ഉപപ്രധാനമന്ത്രി, പ്രസിഡൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ മേധാവി എന്നീ പദവികൾ ഈ സ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ ഏജൻസികളിൽ നിന്നുള്ള ശക്തമായ ഉദ്യോഗസ്ഥരുടെ കൂട്ടമായ സിലോവിക്കിയിൽ അദ്ദേഹം ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു. ഒരു ഘട്ടത്തിൽ പുടിന്റെ പിൻഗാമിയായി പോലും അദ്ദേഹത്തെ കണക്കാക്കപ്പെട്ടിരുന്നു. KGB കാലത്തെ അദ്ദേഹത്തിന്റെ ബന്ധം ആഴമേറിയതും വിശ്വസനീയവുമായിരുന്നു. പുടിനുമായുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തതും വിശ്വസ്തവുമായ സഹകാരികളിൽ ഒരാളായി പുടിൻ അദ്ദേഹത്തെ കണക്കാക്കി. എന്നാൽ രാഷ്ട്രീയത്തിൽ എന്ന പോലെ അടുപ്പം പലപ്പോഴും അവിശ്വാസം വളർത്തുന്നു. റഷ്യൻ വൃത്തങ്ങളിൽ സോവിയറ്റ് ജെയിംസ് ബോണ്ട് എന്നാണ് ഇവാനോവ് അറിയപ്പെട്ടിരുന്നത്. പുടിനുമായുള്ള ദീർഘകാല സൗഹൃദമാണ് ഇവാനോവിന്റെ കരിയർ മുന്നേറ്റത്തിന് കാരണം. 1970കളുടെ അവസാനത്തിലാണ് KGB ഓഫീസർമാരായ രണ്ടു സുഹൃത്തുക്കളും ആദ്യമായി കണ്ടുമുട്ടിയത്. ഇരുവരും സോവിയറ്റ് ഇന്റലിജൻസ് കേന്ദ്രങ്ങളിലാണ് ജോലി ചെയ്തിരുന്നത്. പുടിൻ കിഴക്കൻ ജർമ്മനിയിലും ഇവാനോവ് ഫിൻലൻഡിലും കെനിയയിലും സേവനമനുഷ്ഠിച്ചു. അദ്ദേഹം തികഞ്ഞ സോവിയറ്റ് ചാരനാണ്. ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തെ വേർതിരിച്ചറിയാൻ കഴിയില്ല. പേരിലും ഭാവത്തിലും അദ്ദേഹം ദി മാട്രിക്സിലെ ഏജന്റ് സ്മിത്തിനെ പോലെയാണ്. പത്രപ്രവർത്തകൻ മിഖായിൽ സൈഗർ തന്റെ ഓൾ ദി ക്രൈംലിൻസ് മെൻ എന്ന പുസ്തകത്തിൽ എഴുതി. 2008 കാലാവധി പരിമിതമായതിനാൽ പുടിൻ സ്ഥാനമൊഴിയാനും പ്രധാനമന്ത്രിയാകാനും തീരുമാനിച്ചപ്പോൾ ഇവാനോവിനെ അദ്ദേഹത്തിന്റെ ഏറ്റവും സാധ്യതയുള്ള പിൻഗാമിയായി കണക്കാക്കി. എന്നാൽ പുടിൻ തന്റെ സ്ഥാനത്ത് സേവനമനുഷ്ഠിക്കാൻ മറ്റൊരു ദീർഘകാല സഖ്യകക്ഷിയായ ദിമിത്രി മെദ്വദേവിനെ തിരഞ്ഞെടുത്തു. ഇത് 2012 അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങാൻ അനുവദിച്ചു. ഇവാനോവിന് അമിതമായ അഭിലാഷമുള്ള ആളായി കണക്കാക്കുകയും പ്രസിഡന്റ് സ്ഥാനം നേടാൻ ശ്രമിക്കുമെന്ന് ഭയപ്പെടുകയും ചെയ്തതിനാലാണ് പുടിൻ ഇവാനോവിന്റെ സ്ഥാനാർത്ഥിത്വം നിരസിച്ചതെന്ന് ചില വിദഗ്ധർ വിശ്വസിക്കുന്നു. 2007 മുതൽ 2011 വരെ പുടിന്റെ കീഴിൽ ഉപപ്രധാനമന്ത്രിയായും പിന്നീട് 2011 മുതൽ 2016 വരെ ക്രൈംലിൻ ചീഫ് ഓഫ് സ്റ്റാഫായും ഇവാനോവ് സേവനമനുഷ്ഠിച്ചു. 2016 പരിസ്ഥിതി സംരക്ഷണത്തിനും ഗതാഗതത്തിനുമുള്ള പ്രത്യേക പ്രസിഡൻഷ്യൽ ദൂതനായി ഇവാനോവിനെ നിയമിച്ചു. ഈ സ്ഥാനത്തിന് രാഷ്ട്രീയ പ്രാധാന്യമൊന്നുമില്ലായിരുന്നു. മിക്കവരും മാന്യമായ ഒരു വിരമിക്കലായി ഇതിനെ കണ്ടു. ഈ വർഷം ആദ്യം അദ്ദേഹം ഈ സ്ഥാനം ഉപേക്ഷിച്ചു. യുക്രൈനിലെ മോസ്കോയുടെ സൈനിക നടപടിക്ക് മറുപടിയായി മറ്റ് ഉന്നത റഷ്യൻ ഉദ്യോഗസ്ഥർക്കൊപ്പം ഇവാനോവിനും US-ഉം യൂറോപ്യൻ യൂണിയനും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം മോസ്കോയിൽ സുരക്ഷാ നടപടികൾ കർശനമാക്കിയത് റഷ്യ വ്യക്തമാക്കി. ആശയവിനിമയ തടസ്സങ്ങൾ, ഡ്രോണുകളെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളുടെ വിന്യാസം, ക്രൈംലിന് ചുറ്റും സംരക്ഷണം വർദ്ധിപ്പിച്ചത് എന്നിവയെല്ലാം സമീപ മാസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്രൈംലിനെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകാത്മക പരിപാടികളിലൊന്നായ മെയ് 9 വിജയദിനാഘോഷങ്ങളും സുരക്ഷാ കാരണങ്ങളാൽ വെട്ടിക്കുറച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. റഷ്യയുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെ തുടർന്ന് പാശ്ചാത്യ സൈനിക ശക്തിയായ നാറ്റോയിൽ ചേരാൻ യുക്രൈൻ താൽപര്യപ്പെട്ടതോടെയാണ് 2022 ഫെബ്രുവരി 24 റഷ്യ യുദ്ധം ആരംഭിച്ചത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.